പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസസിന്റെ മാർവലസ് മെയ് ഓഫേഴ്സ് ആണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു കാറിന്റെ ബ്രാൻഡ് ഏതെന്ന് വെച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, മാരുതി കാറുകൾക്ക് ഇപ്പോൾ നിലവിൽ പോപ്പുലർ ഷോറൂമിലുള്ള ഓഫറുകളാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അരീന ഷോറൂമിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാവുന്ന എല്ലാ വാഹനങ്ങളുടെയും ഡീറ്റെയിൽസ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. മാരുതിയുടെ ഐക്കോണിക് ബ്രാൻഡായിട്ടുള്ള സ്വിഫ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. സ്വിഫ്റ്റിന്റെ 4th ജനറേഷൻ ആണിത്. ഈ മോഡൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളം ആയിട്ടുണ്ട്. ഇപ്പോൾ റോഡിൽ നല്ലൊരു പ്രസൻസ് നമുക്ക് ഈ വാഹനത്തെ കാണാൻ സാധിക്കുന്നുണ്ട്. പെട്രോളിൽ ഏകദേശം 25 കിലോമീറ്ററോളം മൈലേജ് ഈ വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ ഡിസൈൻ തന്നെയാണ്. നല്ല പെർഫോമൻസും കിട്ടുന്നുണ്ട്. Z സീരീസ് എഞ്ചിനാണ് ഇതിൽ വരുന്നത്. പഴയ സ്വിഫ്റ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്രണ്ട് ഗ്രിൽസിലും ഷേപ്പിലും ചെറിയൊരു വ്യത്യാസങ്ങളുണ്ട്. എല്ലാ വാഹനങ്ങളിലും സ്റ്റാൻഡേർഡ് 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. 6,49,000 രൂപ തൊട്ടാണ് ഇതിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോട്ടൽ 53,000 രൂപയ്ക്കുള്ള ഓഫേഴ്സും ഈ മെയ് മാസത്തിൽ സ്വിഫ്റ്റിന് ലഭ്യമാണ്. അടുത്ത് നമ്മൾ കാണിക്കുന്ന വാഹനം ഡിസയർ ആണ്. സ്വിഫ്റ്റിന്റെ പിന്തുടർച്ചക്കാരനായിട്ടാണ് ഡിസയർ വന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഡിസയർ എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സ്വിഫ്റ്റുമായി ഈ കാറിന് പ്രത്യേകിച്ച് സാമ്യമൊന്നും പറയാനില്ല. എഞ്ചിൻ ഒരുപോലെയാണ്. എക്സ്റ്റീരിയേഴ്സ് നോക്കുമ്പോൾ ഫ്രണ്ടും ബാക്കും എല്ലാം എൻറ്റയർലി ഒരു ഡിഫറെന്റ് വെഹിക്കിൾ. ഡിസയറിന്റെയും 4th ജനറേഷൻ ആണ്. ഈ ജനറേഷനിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ഡിസൈനായി തോന്നിയത് ഈ കാറിനെയാണ്. സ്വിഫ്റ്റിലുള്ളതുപോലെ തന്നെ ഏകദേശം 25 കിലോമീറ്ററോളം മൈലേജ് ലഭിക്കുന്നുണ്ട്. ഈ കാണിക്കുന്ന വാഹനം ZXi AGS വേരിയന്റ് ആണ്. 6,84,000 രൂപ മുതലാണ് ഇതിന്റെ ബേസ് വേരിയന്റ് പ്രൈസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ് റൂമും ലെഗ് റൂമും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ തന്നെ ടൂർ വേരിയൻസും അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ മാരുതിയിൽ ഡിമാൻഡ് ഉള്ള ഒരു വാഹനമാണ് വാഗണാർ. 2 സീരീസിൽ വരുന്നുണ്ട്. 1000 cc-യിലും 1200 cc-യിലുമുള്ള K സീരീസ് എഞ്ചിനുകളാണ് ഇതിൽ വരുന്നത്. ടോൾ ബോയ് ഡിസൈൻ പഴയ വാഗണാറിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ നല്ല വലിപ്പമുള്ളൊരു വണ്ടി, നല്ല സ്പേസും ഉണ്ട്. ഇതൊക്കെയാണ് വാഗണാറിനെ ഏറ്റവും കൂടുതൽ മിഡിൽ ക്ലാസ് ഫാമിലികളുടെ ഇടയിൽ ഏറ്റവും പ്രിയപ്പെട്ടവനാക്കുന്നത്. വാഗണാറിന്റെയും 4th ജനറേഷൻ ആണ് ഈ മോഡൽ വാഹനം വരുന്നത്. 5,78,500 രൂപ മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിലവിൽ ഓഫേഴ്സ് ഉണ്ട് ഏകദേശം 61,500 രൂപ വരെ. മാനുവൽ ട്രാൻസ്മിഷനിലും ഓട്ടോമാറ്റിക്കിലും വരുന്നുണ്ട്. കൂടാതെ തന്നെ CNG-യിലും അവൈലബിൾ ആണ്. പെട്രോളിൽ 25ഉം CNG-യിൽ 34 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. വളരെയധികം വിശാലമായിട്ടുള്ള ലെഗ് റൂമും ഹെഡ് റൂമും സ്റ്റോറേജ് സ്പേസും എല്ലാം ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. ഹാച്ച് ബാക്ക് ടാക്സി പർപ്പസിനാണെങ്കിലും ഇതിന്റെ ടൂർ വേരിയന്റും അവൈലബിൾ ആണ്. ഇനി നമ്മൾ കാണിക്കുന്ന വാഹനം സെലീറിയോ ആണ്. സെലീറിയോന്റെ 2nd ജനറേഷൻ ആണ് ഈ വാഹനം വരുന്നത്. ടോട്ടൽ 61,500 രൂപയോളം നിലവിൽ സെലീറിയോയ്ക്ക് ഓഫേഴ്സ് അവൈലബിൾ ആണ്. സെലീറിയോ ZXi AGS ആണ് ഈ വാഹനം. 5,64,000 രൂപ മുതൽ ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 26 കിലോമീറ്ററോളം പെട്രോളിൽ മൈലേജ് സെലീറിയോയ്ക്ക് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. 5,64,000 രൂപ മുതലാണ് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്ലാക്ക് തീമില് സിൽവർ ലൈൻസോട് കൂടിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇന്റീരിയേഴ്സ് ആണ് വരുന്നത്. ആവശ്യത്തിന് ഹെഡ് റൂമും ലെഗ് റൂമും ഉണ്ട്. അത്യാവശ്യം ഹൈറ്റ് ഉള്ള ഒരാൾ ഇതിലിരിക്കുകയാണെങ്കിലും വേറെ ഇഷ്യൂസ് ഒന്നും തോന്നാറില്ല. AMT ഗിയർ ബോക്സോട് കൂടി വാഹനം അവൈലബിൾ ആണ്. കൂടാതെ മൈലേജ് വേണ്ടവർക്ക് ഈ മോഡൽ സെലീറിയോയിൽ CNG-യും അവൈലബിൾ ആണ്. CNG ടാങ്ക് വന്നു കഴിഞ്ഞാൽ പോലും അത്യാവശ്യം ഡിക്കി സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ടോൾ ബോയ് ഡിസൈൻ അല്ലാത്തതിനാലും വലിപ്പം കുറച്ച് കൂടുതലുള്ളതിനാലും ഒരു മിഡ് റേഞ്ചിൽ നമുക്ക് നിർത്താൻ പറ്റിയൊരു വാഹനമാണ് സെലീറിയോ. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് മാരുതിയിൽ കിട്ടാവുന്ന ഏറ്റവും വില കുറഞ്ഞ വണ്ടി, സാധാരണക്കാരുടെ കാർ എന്ന് പറയുന്ന ഓൾട്ടോ ഇപ്പോൾ വരുന്നത് ഓൾട്ടോ K10 എന്ന പേരിലാണ്. 1000 cc പെട്രോൾ എഞ്ചിനോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഓൾട്ടോ വാഹനം വരുന്നത്. CNG-യിലും ഓട്ടോമാറ്റിക്കിലും വാഹനം അവൈലബിൾ ആണ്. 4,99,000 രൂപ മുതലാണ് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പഴയ മോഡൽ ഓൾട്ടോയെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഹൈറ്റും വിഡ്ത്തും ഈ വാഹനത്തിന് വരുന്നുണ്ട്. മാർവലസ് മെയ് പ്രമാണിച്ച് 61,500 രൂപയോളം ഓൾട്ടോയ്ക്ക് ഓഫേഴ്സ് ഉണ്ട്. ഇന്റീരിയേഴ്സ് ഒക്കെ ഈ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് തീമാണ്. ഇപ്പോൾ വരുന്ന ഓൾട്ടോയിലും 6 എയർ ബാഗ് വരുന്നുണ്ട്. ഈ കാണുന്ന വാഹനം ഓൾട്ടോ K10 VXi വേരിയന്റ് AGS ഗിയർ ബോക്സ് ഉള്ള വണ്ടിയാണ്. റിയർ സൈഡ് നോക്കുമ്പോഴാണെങ്കിലും അത്യാവശ്യം ഹെഡ് റൂമും ലെഗ് റൂമും അവൈലബിൾ ആണ്. ഡിക്കി സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണിക്കുന്നത് എസ്പ്രസോ. വളരെ അണ്ടർ റേറ്റഡ് ആയിപ്പോയ മാരുതിയുടെ ഒരു കിടിലൻ വാഹനം. എസ്പ്രസോ വാഹനം വാങ്ങി ഉപയോഗിച്ചവർക്കാണ് ഇതിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കുക. 61,500 രൂപയോളം മെയ് മാസമായിട്ട് നിങ്ങൾക്ക് പോപ്പുലറിൽ നിന്ന് എസ്പ്രസോയ്ക്ക് ഓഫേഴ്സ് ആയി ലഭിക്കും. വളരെ വീതി കുറഞ്ഞ കാർ ആയതിനാൽ ലേഡീസിനും വളരെ എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. VXi വേരിയന്റ് AGS ഗിയർ ബോക്സ് കൂടി വരുന്ന വാഹനമാണിത്. മറ്റു വാഹനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ഹൈറ്റും വിസിബിലിറ്റിയും ഈ വാഹനത്തിനുള്ളിൽ നമുക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ ഇതിന്റെ മീറ്റർ വരുന്നത് മറ്റു മാരുതി വാഹനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. സെന്ററിലാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റുകളൊക്കെ നല്ലൊരു പൊസിഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർക്കും പാസഞ്ചർക്കും ഒരുപോലെ നല്ല വിസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് റോയിലും ആവശ്യത്തിന് ലെഗ് സ്പേസ് പ്രൊവൈഡഡ് ആണ്.
കൂടാതെ നല്ലതുപോലെ ഡിക്കി സ്പേസും കൊടുത്തിട്ടുണ്ട്. അവസാനമായി നമ്മൾ കാണിക്കുന്നത് മാരുതി ബ്രിസയെ കൂടാതെ എർട്ടിഗയും ഈക്കോയും ഇവിടെ അവൈലബിൾ ആണ്. മാരുതിയുടെ ഏറ്റവും ബെസ്റ്റ് വാഹനങ്ങളൊന്നാണ് ബ്രിസ. അതിനോടൊപ്പം തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്കും വരുന്നു. പഴയ മോഡൽ ബ്രിസയെ വെച്ച് നോക്കുമ്പോൾ ഡയമെൻഷൻസിൽ കൂടുതൽ വന്നിട്ടുണ്ട്, വലിപ്പവും കൂടുതലാണ്. ഈ വാഹനം പെട്രോളിലും CNGയിലും വരുന്നുണ്ട്. 19 കിലോമീറ്ററോളം പെട്രോളിലും 25 കിലോമീറ്ററോളം CNGയിലും മൈലേജ് വരുന്നുണ്ട്. ഈ കാണുന്ന വാഹനം LXi വേരിയന്റ് ആണ്, ഏറ്റവും ബേസ് മോഡൽ. 8,69,000 രൂപ മുതലാണ് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്ലാക്ക് തീമിലാണ് ഇന്റീരിയേഴ്സ് കൊടുത്തിരിക്കുന്നത്. VXi വേരിയന്റുകളിലേക്ക് വരുമ്പോൾ ഇതിൽ കാണുന്നതല്ലാതെ ഒരു പ്രീമിയം ഫീല് ആ വാഹനങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അകത്താണെങ്കിലും നല്ലതുപോലെ സ്പേഷ്യസ് ആണ്. ആവശ്യത്തിന് ഡിക്കി റൂമും കൊടുത്തിട്ടുണ്ട്. CNG ടാങ്ക് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ആവശ്യത്തിന് ഡിക്കി സ്പേസ് ഇതിൽ പ്രൊവൈഡഡ് ആണ്. നല്ല രീതിയിൽ മൈലേജും കിട്ടുന്ന വാഹനമാണിത്. കൂടാതെ വളരെ സ്മൂത്തായ റിലയബിൾ ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിൻ, അതാണ് ഈ വാഹനത്തിന്റെ മറ്റൊരു ഹൈലൈറ്റ്. നിലവിൽ ടോട്ടൽ 38,000 രൂപയോളം ബ്രിസയ്ക്ക് ഓഫേഴ്സ് അവൈലബിൾ ആണ്. ഏകദേശം 1 ലക്ഷം രൂപ മുതലുള്ള ഡൗൺ പേയ്മെന്റ്സിൽ നമുക്ക് ഈ വാഹനങ്ങൾ ഇറക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കൂടാതെ ആക്സസറികൾക്കും ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. വണ്ടി വാങ്ങാൻ പ്ലാൻ ഉള്ളവർ മാർവലസ് മേ എന്ന ഈ ഓഫറിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളൂ. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് നേരിട്ട് ഷോറൂമിലേക്ക് വരാവുന്നതാണ്. ഷോറൂമിന്റെ ലൊക്കേഷൻ തൃശ്ശൂർ ചാലക്കുടി റൂട്ടിൽ ചാലക്കുടി പോട്ട പാലത്തിന് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചിക്കിങ്ങിനോട് ചേർന്നാണ്. എൻക്വയറീസിനായി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.